തൃശൂർ നവകേരള സദസ്സ് വേദിയിൽ ഇടപെട്ട ഹൈക്കോടതി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വേദി അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. ഹൈക്കോടതി അനുവദിക്കുന്നില്ലെങ്കിൽ വേദി മാറ്റാമെന്നാണ് സർക്കാർ അറിയിച്ചത്. വിശദാംശങ്ങൾ അശ്വതി നായർ നൽകുന്നുണ്ട്. അശ്വതി, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. നവകേരള സദസ്സ് വേദിയുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കില് സദസ്സിന് വേദി അനുവദിക്കാനാവില്ലെന്നുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അനുവദിക്കുന്നില്ലെങ്കിൽ വേദി മാറ്റാമെന്ന് സർക്കാരിന്റെ ഒരു മറുപടിയും കോടതിയോടുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, ഡിസംബർ 5-നാണ് ഈ സുവോളജിക്കൽ പാർക്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കുവാനിരുന്നത്. എന്നാൽ ഈ നവകേരള സദസ്സിന്റെ ഒല്ലൂർ മണ്ഡലത്തിലെ പൊതുയോഗം തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ നടത്തുന്നത് ചോദ്യം ചെയ്ത് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഒരു നടപടി ഉണ്ടാവുകയും ആ സമയത്ത് ഈ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഇത്തരത്തിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തത്. ഇതിൽ ഈ ഹർജിയില് പാർക്ക് ഡയറക്ടറിനോട് ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. ഈ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട രേഖകളടക്കം ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഈ രേഖകൾ ഒക്കെ ഹാജരാക്കിക്കൊണ്ട് ഇന്ന് നേരിട്ട് ഈ പാർക്ക് ഡയറക്ടർ ഹൈക്കോടതി ഹാജരായിരുന്നു. ഈ ഹർജിയിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്താണ് ഇത്തരത്തിൽ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നത് വാക്കാൽ കോടതി പറഞ്ഞത്. കോടതി നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ ഈ നവകേരള സദസ്സ് ഇവിടെ നടത്തുന്നില്ല എന്നൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അനുജ, ശരി, വ്യക്തമാണ് അശ്വതി. നവകേരള സദസ്സ് വേദിയിൽ ഇടപെട്ട ഹൈക്കോടതി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വേദി അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. വിശദാംശങ്ങൾ നൽകിയത് അശ്വതി നായരാണ്.